2000 രൂപക്ക് ഇന്നലെ മാറ്റിയ ഫ്രെയിമുള്ള കണ്ണട നിസ്കാരത്തിന് മുന്നിൽ സൊഫിൽ വെച്ച്, എന്നിട്ട് അവിടെ ഇങ്ങനെ ദിക്റ് ദുആയിലൊക്കെ ആയിട്ട് എൻഗേജ് ആകുമ്പോൾ 1-ാം സഫ് എണീറ്റ് പോകുന്ന ആൾ ആ ഫ്രെയിം ചവിട്ടിയ നിമിഷം ഉണ്ടല്ലോ, 2000 ഒറ്റയടിക്ക് പൊട്ടിയത്. അന്നേരമുള്ള നിമിഷമാണ് ഈ മുത്തക്കി ആവുന്നുണ്ടോ, റമദാൻ എന്നിൽ സ്വാധീനിക്കുന്നുണ്ടോ, അങ്ങനെ ആവാനാണ് കുത്തിബ അലൈക്കും സിയാമിന്റെ അർത്ഥം മനസ്സിലാവുക. അത് സാധ്യമാണ് കേട്ടോ. ശരിക്ക് അലിയു സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പിഞ്ചു കിടാവ് മഹാനവറുകളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ ഒരു ഭക്ഷണം എടുത്തു വന്ന് അടുത്തെത്തിയിട്ട് ഈ അടിമച്ചക്കൻ്റെ കയ്യിൽ നിന്ന്, ഈ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് ഈ ഫുഡ് നിലത്ത് വീണപ്പോൾ ഈ പിഞ്ചു കുട്ടീൻ്റെ തലയിലൂടെ അത് മറന്നെത്തും എന്ന് പറഞ്ഞാൽ ഈ ചൂടുള്ളതെന്ന് പറഞ്ഞാൽ അതിശക്തമായ ചൂടുണ്ട്. ഇത് പൊള്ളി എന്നാണ്. ആ കുട്ടി അവിടെ നിന്ന് തന്നെ വെന്തു മരിച്ചപ്പോൾ അലി സൈനുൽ ആബിദീൻ തങ്ങൾ ഇട്ടൊരു ബ്രേക്ക് ഉണ്ട്, മുത്തക്കിയുടെ ഒരു ബ്രേക്കാണ്. അവരുടെ കയ്യിൽ ആ ബ്രേക്ക് ഉണ്ടോ? ഞാൻ പുറത്ത് വന്നിരിക്കുമ്പോൾ എൻ്റെ അള്ളാൻ്റെ പൊരുത്തം എനിക്ക് കിട്ടാൻ വേണ്ടി അവസരത്തിലാണ് അതിങ്ങോട്ട് വ്യക്തമാവുക. അതിലേക്ക് എത്തിക്കാനാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല വിശക്കൊക്കെ നേരമ്പൊക്കെ ഒന്നിങ്ങനെ അത് ഭയങ്കര, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്ത് അപ്പുറത്തെ ആൾക്ക് എന്തെങ്കിലും കൊടുക്കണമൊക്കെ തോന്നും. ഉള്ളത് പരമാവധി ഇങ്ങോട്ട് എടുക്കാന്നുള്ളതല്ല, ഷെയർ ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചന. ഇഫ്താർ ആവുമ്പോഴേക്ക് നീ അങ്ങനെ ആവുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. രാവിലെ തുടങ്ങിയ നോമ്പുണ്ട്, അങ്ങനെയൊരു സാധനമുണ്ട്, ഈ ട്രെയിനിങ് ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് മൊത്തത്തിൽ പറയുന്ന ഒരു സാധനമുണ്ട്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഈ ആയത്ത് തീരുന്നത് അവിടെയാണ്. അള്ളാഹ്ക്ക് മറ്റുള്ളവരോട് ഇഹ്സാൻ ഉള്ളവരെ വലിയ ഇഷ്ടമാണ്. ഒരു മനുഷ്യപ്പറ്റുള്ള ആളാവുക എന്നാണ് ചുരുക്കത്തിൽ അർത്ഥം.